ഹലോ ഫ്രണ്ട്സ്, സാഫറു ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരുപാട് നേരം ക്യൂ നിന്ന് വലയുന്നവരാണ്. എന്നാൽ അതിൽ നിന്നും മാറിക്കൊണ്ട് ഓൺലൈനായി എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, പ്രത്യേകിച്ച് വലിയ വലിയ മെഡിക്കൽ കോളേജ് പോലെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ഒരുപാട് നേരം അവിടെ ക്യൂ നിൽക്കേണ്ടി വരുന്നു. എന്നാൽ അവിടെയൊക്കെ ടിക്കറ്റ് എങ്ങനെ ഓൺലൈനായി എടുക്കാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമുക്ക് ഗൂഗിളിലേക്ക് പോകാം. അവിടെ ടിക്കറ്റ് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അവിടെ കിട്ടുന്ന ഹെൽത്ത് കേരള എന്ന് പറയുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ പോവുക. അവിടെ നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ അവിടെ കാണുന്ന ക്യാപ്ചയും കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ നമ്പറിലേക്ക് ഒരു OTP സെൻഡ് ആകും. ആ OTP നമ്മളവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ നമ്പർ വെച്ചുള്ള ഒരു ലോഗിൻ ചെയ്യൽ അവിടെ നടക്കും. അതിന് ശേഷം അവിടെ കാണുന്ന ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ആധാർ നമ്പർ കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം. എനിക്കിവിടെ ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് കൊണ്ട് എറർ എന്നാണ് കാണിക്കുക. പക്ഷേ നിങ്ങൾക്കൊരു പുതിയ ഓപ്ഷൻ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഇയർ ഓഫ് ബർത്ത് കൊടുത്തുകൊണ്ട് പ്രൊസീഡ് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരെ പുതിയൊരു പേജിലേക്കാണ് എത്തിപ്പെടുക. അവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടാകും. അപ്പോയിൻമെൻ്റ് എടുക്കാനും മറ്റു ലാബ് റിസൾട്ടുകൾ അപ്ലൈ ചെയ്യാനൊക്കെയുള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ അഡ്വാൻസ്ഡ് അപ്പോയിൻമെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ടിക്കറ്റിന് കൊടുക്കേണ്ട ഡീറ്റെയിൽസിൻ്റെ ഫോം തുറന്നു വരും. അതിൽ നമ്മുടെ ഡീറ്റെയിൽസുകൾ മുഴുവനും കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് ഏത് ഹോസ്പിറ്റലിലാണ് എന്ന് ചൂസ് ചെയ്യാം. ഏത് വിഭാഗം എന്നാണെന്ന് ചൂസ് ചെയ്യാം. ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മൾ റെഫർ ചെയ്തത് എന്നതാണ് അടുത്ത ഓപ്ഷനിൽ കൊടുക്കേണ്ടത്. അത് ഏത് ഡോക്ടറാണ് റെഫർ ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നൽകി അടുത്തത് ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം. ഏത് ദിവസമാണ് നമുക്ക് ഡോക്ടറെ കാണേണ്ടത് എന്നുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് അതിലുള്ള അവൈലബിലിറ്റി നോക്കാം. ചെക്ക് അവൈലബിലിറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ വരും. ഓരോ സമയത്തിനുള്ള അവൈലബിൾ ആയിട്ടുള്ള ടോക്കനുകൾ നമുക്ക് കാണാം. അതിൽ നീല നിറത്തിൽ കാണുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ള ടോക്കനുകൾ. അതിൽ നിന്നും നമുക്കൊന്ന് പിക്ക് ചെയ്യാം. പിന്നീട് വരുന്നത് പേയ്മെൻറ്റ് പ്രൊസീജിയറാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. 10 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. കൺഫേം ആൻഡ് പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുക്കാം. ഇപ്പോൾ കാണുന്ന പേ നോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാനറ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നീ 2 ഓപ്ഷനുകളാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡിൽ കാണുക. അവിടെ നമുക്ക് കാനറ ബാങ്കോ സൗത്ത് ഇന്ത്യൻ ബാങ്കോ ഒന്ന് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് UPI ചെയ്യാനുള്ള ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ്. അതിൽ UPI പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് ഫോൺ പേയോ ഗൂഗിൾ പേയോ വെച്ച് പേയ്മെൻറ്റ് ഈസിയായി ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു റെസിപ്റ്റ് ലഭിക്കും. ഇങ്ങനെ കിട്ടിയ റെസിപ്റ്റ് കാണിച്ചുകൊണ്ട് നമുക്ക് വരി നിൽക്കാതെ പെട്ടെന്ന് തന്നെ OP കൗണ്ടറിൽ നിന്നും OP ചീട്ട് സ്വീകരിക്കാവുന്നതാണ്.